അവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സ്കൂളൊക്കെ പൂട്ടി സമാധാനവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു അഡ്വഞ്ചർ യാത്ര പോയിട്ട് വന്നാലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൊഹാൻ ഡേവിഡ് വൈസിന്റെ ദിസ് ഇസ് ഫാമിലി റോബിൻസ് എന്ന് പറഞ്ഞ ഒരു നല്ല അഡ്വഞ്ചർ ഫിക്ഷൻ പുസ്തകത്തെ പറ്റിയാണ് കേട്ടോ. 1812 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2014 ടൗൺസിന്റെ പതിപ്പ് പറയുന്നതനുസരിച്ചിട്ട് സിസ് മിനിസ്റ്റർ ആയിരുന്ന വൈസ് അദ്ദേഹത്തിന്റെ ആൺമക്കൾക്കായിട്ട് ഒരു ജീവിതപാഠം എന്ന നിലയിലാണ് ഈ ഒരു കഥ വിഭാവനം ചെയ്യുന്നത്. അന്ന് അദ്ദേഹം അവർക്ക് വാമൊഴിയായിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും പിന്നീട് എഴുതി സൂക്ഷിക്കേണ്ടായി. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഒരു കയ്യെഴുത്ത് പ്രതി എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു കഥ നടക്കുന്നത് 1700കളുടെ അവസാനത്തിലാണ്. നമ്മുടെ നായകൻ എന്ന് പറയുന്നത് റോബിൻസൺ ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസബത്തും അവരുടെ 4 ആൺമക്കളും കൂടിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് കപ്പൽ മറിഞ്ഞ് യാത്രയായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് കടലിൽ ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് വീശാണ്. ആ ഒരു കൊടുങ്കാറ്റിൽ പെട്ടിട്ട് ഈ ഒരു കപ്പൽ തകരയുണ്ടായി. ആ കപ്പലുണ്ടായിരുന്ന മറ്റുള്ളവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഈ ഒരു കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ചെറിയൊരു തോണി ഉണ്ടാക്കിയിട്ട് അടുത്ത് കണ്ടൊരു ദ്വീപിലേക്ക് രക്ഷപ്പെടാണ്. തെക്കൻ പസഫിക്കിലെ ഒരു വിജനമായിട്ടുള്ള ദ്വീപായിരുന്നു അത്. അങ്ങനെ അവർ ആ ഒരു ദ്വീപിൽ എത്തപ്പെടുന്നതും ആ ഒരു ദ്വീപിൽ സർവൈവ് ചെയ്യുന്നതും ആ ഒരു ദ്വീപ് എക്സ്പ്ലോർ ചെയ്യുന്നതും ഒടുവിൽ അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ ആ ഒരു ദ്വീപിൽ കെട്ടിപ്പടുക്കുന്നതുമാണ് ഈ ഒരു പുസ്തകത്തിനകത്തുള്ളത്.